സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ലുക്കപ്പ് സീരീസിൽപ്പെട്ട ലുക്കപ്പ് എന്ന ഫംഗ്ഷനെ കുറിച്ചും വി ലുക്കപ്പിനെ കുറിച്ചുമായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. വി ലുക്കപ്പിലെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ആണല്ലോ കോളം ഇൻഡെക്സ് നമ്പർ എന്നുള്ളത്. വലിയൊരു ഡാറ്റാബേസും ധാരാളം കോളങ്ങളുള്ള ഒരു ഡാറ്റയുമാണെങ്കിൽ അതിൽ കോളം ഇൻഡെക്സ് നമ്പർ എണ്ണി തിട്ടപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോളം ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് മാച്ച് ഫംഗ്ഷൻ. അങ്ങനെ മാച്ച് ഫംഗ്ഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വി ലുക്കപ്പിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുകയും നമുക്ക് എളുപ്പത്തിൽ കോളം ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുകയും ചെയ്തുകൊണ്ട് വി ലുക്കപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വി ലുക്കപ്പിൽപ്പെട്ട ഒന്നാണ് അപ്രോക്സിമേറ്റ് മാച്ച് എന്നുള്ളത്. അതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ലെസണിൽ വി ലുക്കപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആയിരുന്നല്ലോ കോളം ഇൻഡെക്സ്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഈ കോളം ഇൻഡെക്സ് കണ്ടെത്താൻ നമ്മൾ മാനുവൽ ആയിട്ട് അത് കോളം ഇൻഡെക്സ് 3, 4 എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് മാറാത്തത് കൊണ്ട് അതല്ലാത്തൊരു വളഞ്ഞ വഴി ഉപയോഗിച്ച് നമ്മൾ കോളം ഇൻഡെക്സ് മിക്സഡ് റെഫറൻസിലൂടെ കണ്ടെത്തിയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കോളം ഇൻഡെക്സ് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ റോ ഇൻഡെക്സ് കണ്ടെത്താനുള്ള ഒരു ഫംഗ്ഷനാണ് മാച്ച് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പൊ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് അത് വി ലുക്കപ്പുമായി ചേർത്ത്, അതേപോലെ മറ്റുള്ള ഫംഗ്ഷനുകളിലൊക്കെ തന്നെയും കോളം ഇൻഡെക്സ് ആവശ്യം വരുമ്പോൾ നമുക്ക് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതുള്ളതുകൊണ്ട് എങ്ങനെ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്താൻ നോക്കാം. അപ്പൊ മാച്ച് ഫംഗ്ഷൻ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ മനസ്സിലാക്കാണ്. ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു മാച്ച്. ഇതിന്റെ നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ മാച്ചിൽ ലുക്കപ്പ് വാല്യൂ ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ലുക്കപ്പ് വാല്യൂ ഇതാണെന്ന് വിചാരിക്കാം. ഇതിന്റെ കോളം ഇൻഡെക്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടുത്തെ ഈ അരയിലുള്ള കോളം ഇൻഡെക്സ് ആണ് അത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ കോമ കൊടുക്കുന്നതോടുകൂടി ലുക്കപ്പ് അരേ ചോദിക്കും. ലുക്കപ്പ് അരേ എന്നുള്ളത് ഇവിടെയാണ് നമുക്കറിയാം. ഇതാണ് ലുക്കപ്പ് അരേ. ഈ കോളത്തിലാണ് നമുക്ക് ഇതിന്റെ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻഡെക്സ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതാണ് ലുക്കപ്പ് അരേ. മൊത്തം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതില്ല, ഇവിടെയാണ് നോക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കോമ കൊടുക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 3 ആർഗ്യുമെന്റ് ഉണ്ട്. അതിൽ എക്സാക്ട് മാച്ച് നമ്മൾ ഇവിടെ കൊടുത്തതിന്റെ എക്സാക്ട് മാച്ച് അവിടെ എന്താണ് നോക്കേണ്ടതുണ്ട്. നമ്മൾ ബാക്കിയുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. നമ്മൾ 0 കൊടുക്കുന്നു. ഇവിടെ ഈ ലുക്കപ്പിന് ആവശ്യമായ കാര്യം മാത്രമാണ് പറയുന്നത്. ഇനി എൻ്റർ അടിക്കുന്നതോട് കൂടി എന്ത് ചെയ്യുന്നു, 3 എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. അപ്പൊ ഇതിന്റെ കോളം ഇൻഡെക്സ് ഇവിടെ 3 ആണ് എന്നർത്ഥം. ഇവിടുത്തെ അല്ല നമ്മൾ നോക്കിയത്, ഇവിടുത്തെയാണ് നോക്കിയത്. അപ്പം ഇതാണല്ലോ കോളം സെലക്ട് ചെയ്തത്. ഈ അരയിൽ 3ാമത്തേതായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വി ലുക്കപ്പുമായി കമ്പൈൻ ചെയ്ത് എങ്ങനെ കോളം ഇൻഡെക്സ് കണ്ടെത്താം. അത് നമുക്ക് ഡൈനാമിക് ആയതുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴൊക്കെ അതിനനുസരിച്ച് മാറും. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വി ലുക്കപ്പും മാച്ചും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വി ലുക്കപ്പും മാച്ച് ഫംഗ്ഷനും കൂടി അങ്ങനെ ഉപയോഗിക്കാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ലുക്കപ്പ് അരേ. അതേപോലെ ഇവിടെ നമ്മൾ ഒരു ഇതിലേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു പ്രാവശ്യം ഡ്രാഗ് ചെയ്ത് ഇത്രയും ഡ്രാഗ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എല്ലാത്തിലും വാല്യൂ കിട്ടണം. ഈ ഒരു സെല്ലിൽ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വി ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നായിട്ട് പിക്ക് ചെയ്യുന്നത്. സോ ഈസ് ഈക്വൽ ടു വി ലുക്കപ്പ്. ഓക്കെ, ലുക്കപ്പ് വാല്യൂ നമ്മൾ ഇവിടെ എടുത്തു. ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് മിക്സഡ് റെഫറൻസ് ഉപയോഗിക്കണം. നമ്മൾ ഈ ഡ്രാഗ് ചെയ്യുമ്പം ഈ കോളം മാറാൻ പാടില്ല. ഇവിടെയാണ് നമ്മുടെ എല്ലാറ്റിലും ഇൻവോയ്സ് ഐഡി ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇങ്ങോട്ട് മാറുന്നതിനനുസരിച്ച് റിലേറ്റീവ് റെഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വലത്തോട്ട് നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് കോളത്തിന്റെ മാറും. താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ റോ മാറും. അപ്പൊ ഇവിടെ ഒരിക്കലും ഈ കോളം മാറാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിവിടെ മിക്സഡ് റെഫറൻസ് ഉപയോഗിക്കുന്നു. വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിലും 4ാമത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഐ എന്നുള്ള കോളമാണ് ഇവിടെ ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കോമ കൊടുക്കുന്നതോടെ ടേബിൾ അരേ എന്നുള്ളതാണ്. ടേബിൾ അരേ നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം. ഇതാണ് നമ്മൾ അരേ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ താഴെ സെലക്ട് ചെയ്താൽ കുഴപ്പമില്ല. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള നിലയ്ക്ക് മൊത്തം ടേബിൾ അരേ സെലക്ട് ചെയ്യാണ്. ഇവിടെയും നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഈ റേഞ്ചിനെ നമ്മൾ നെയിം ചെയ്ത് ഉപയോഗിക്കണം. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും കോമ കൊടുക്കുന്നു. അപ്പോൾ കോളം ഇൻഡെക്സ് നമ്പർ, ഈ കോളം ഇൻഡെക്സ് നമ്പർ കണ്ടെത്താനാണ് നമ്മൾ ടേബിൾ അരയിൽ കോളം ഇൻഡെക്സ് നമ്പറാണ് കണ്ടെത്തേണ്ടത്. പ്രൊഡക്റ്റ് എന്നുള്ളതിന്റെ കോളം ഇൻഡെക്സ് നമ്പറാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മാച്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി ലുക്കപ്പ് വാല്യൂ എന്താണ്, ഏതിന്റെ കോളം ഇൻഡെക്സ് ആണ് കണ്ടെത്തേണ്ടത്. നമ്മളിവിടെ പ്രൊഡക്റ്റ് എന്നുള്ളതിന്റെ കോളം ഇൻഡെക്സ് ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെയും നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം, മിക്സഡ് റെഫറൻസ് ഉപയോഗിക്കണം. അതായത് നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴും ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് മാറാൻ പാടില്ല. അതായത് നമ്മൾ റോ ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും F4 അമർത്തി ഇപ്പം റോ മാത്രം ലോക്ക് ചെയ്തു. അതേസമയം കോളം നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ല. കോളം നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ മാറേണ്ടതുണ്ട്. ഇവിടെ റോ മാറാൻ പാടില്ല. റോ മാറുമ്പോൾ ഈ പ്രോഡക്റ്റ് എന്നുള്ളത് താഴേക്കുള്ള വാല്യൂയിലേക്ക് മാറിപ്പോകും. ഇനി കോമ കൊടുക്കുന്നു. ഇനി ഇതിൽ ലുക്കപ്പ് അരേ ഏതാണ്, മാച്ചിലും ലുക്കപ്പ് അരേ ഉണ്ട്. മാച്ചിൽ നമ്മുടെ ലുക്കപ്പ് അരേ നമുക്ക് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിലാണ് നമുക്ക് കോളം ഇൻഡെക്സ് കണ്ടെത്തേണ്ടത്. ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് എത്രാമത്തെ ഇൻഡെക്സ് ആണ്.
എന്ന് നമുക്ക് നോക്കണം. അതിന് നമ്മൾ F4 വീണ്ടും അത് നമ്മൾ സെലക്ട് ചെയ്തു, പക്ഷെ അത് എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. ഇനി വീണ്ടും നമ്മൾ കോമ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ എക്സാക്ട് മാച്ച് ആണ് ഇപ്പോൾ നോക്കുന്നത്, ബാക്കി രണ്ടും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സാക്ട് മാച്ചിന് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് 0 എന്നാണ്. അപ്പോൾ നമ്മൾ 0 എന്ന് കൊടുത്തു. ഇനി നമുക്ക് മാച്ചിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. മാച്ചിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇവിടെ അതിന്റെ വാല്യൂ റെഡി ആയിട്ടുണ്ടാവും. ഇവിടെ സെലക്ട് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മളെ ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും. അതായത് 4, അതായത് ഇവിടെ 1 2 3 4, ഈ 4 എന്ന് നമ്മൾ മാനുവൽ ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കോമ കൊടുക്കണം. കോമ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞതിൽ നമ്മൾ കണ്ടു നമുക്ക് എക്സാക്ട് മാച്ച് ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ 0 കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കീബോർഡ് എന്ന് വന്നു. ഇൻവെന്ററി 3ൽ കീബോർഡാണ് സെയിൽ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് ഡ്രാഗ് ചെയ്യുന്നതോടുകൂടി താഴേക്കൊക്കെ നമുക്ക് ഓരോന്നും അതിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇൻവെന്ററി 10ന്റെ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മിക്സഡ് റെഫറൻസും അബ്സല്യൂട്ട് റെഫറൻസ് ഉപയോഗിച്ചതുകൊണ്ട് ഇവിടെ മാത്രമാണ് നമ്മൾ VLOOKUP ഉപയോഗിച്ച് ഓരോന്നും ടൈപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഓരോ കോളത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ മാനുവൽ ആയിട്ട് ടൈപ്പ് ചെയ്തിരുന്നെങ്കിൽ. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്യുന്നതോടുകൂടി എല്ലാ വാല്യൂം വന്നു. ഇത് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഇവിടെയും സെലക്ട് ചെയ്ത് നമുക്ക് അക്കൗണ്ടിങ് ഫോർമാറ്റ് ഉപയോഗിക്കാം. വളരെ വൃത്തിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ എല്ലാ കോളത്തിലും കണ്ടു. ഇത് വലിയൊരു ഡാറ്റ ആണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ മാച്ച് ഫംഗ്ഷൻ, ഇവിടെ നമ്മൾ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, VLOOKUP ഉപയോഗിക്കുന്നു, അതിനകത്ത് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. മാത്രമല്ല ഈ ഡ്രാഗ് ചെയ്യുമ്പം എറർ വരാതിരിക്കാൻ, റെഫറൻസ് എറർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസും മിക്സഡ് റെഫറൻസും റിലേറ്റീവ് റെഫറൻസും ഒക്കെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവാൻ ലെസൺ നമ്പർ 3 ഒന്നുകൂടി കാണുക എന്നതാണ് ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇനി ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് പ്രോഡക്റ്റ് ആണ് കിട്ടാനുള്ളത്. ശരിക്കും നമ്മൾ ഈ VLOOKUPന്റെ ഒരു പ്രത്യേകത യുണീക്ക് ആയിട്ടായിരിക്കണം. പക്ഷെ ഇവിടെ ലാപ്ടോപ്പ് മൗസ് ഒക്കെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം ലാപ്ടോപ്പിന് നമ്മൾ ഒരു യൂണിറ്റ് പ്രൈസ് കാണുന്നതുകൊണ്ട് ഒരു വിഷയമില്ല. കാരണം എല്ലാറ്റിലും ആ ഇൻവെന്ററിയിൽ മൊത്തം നമ്മൾ യൂണിറ്റ് പ്രൈസ് സെയിം ആണ് ഉപയോഗിച്ചെങ്കിൽ, അല്ലാതെ ഇവിടെ ഒരു യൂണിറ്റ് പ്രൈസും താഴെ ഒരു യൂണിറ്റ് പ്രൈസും ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ VLOOKUP വെർട്ടിക്കൽ ആയിട്ട് നോക്കുമ്പോൾ ആദ്യം ലാപ്ടോപ്പ് എന്ന് ഇത് വാല്യൂ കാണുമ്പോൾ അതിന്റെ നേരെയുള്ള യൂണിറ്റ് പ്രൈസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് ഇതിലെ പ്രശ്നമില്ല. പക്ഷെ മറ്റൊരു കാര്യം കൂടി കാണിക്കാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പണ്ട് ഉപയോഗിച്ച യുണീക്ക്, മുന്നേ ഉള്ളതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യുണീക്ക് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടെത്താം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് യൂണിറ്റ് പ്രൈസ് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ഉപയോഗിക്കാം. നമ്മൾ ഇത് മാറണ്ടല്ലോ. നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ഉപയോഗിച്ച് എൻ്റർ അടിക്കുന്നതോടുകൂടി ഇവിടെ വന്നു. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. VLOOKUP ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണുന്നത് എന്നുള്ളതുകൊണ്ട് VLOOKUPന്റെ ഒരു പ്രത്യേകത എന്താണ്, ആദ്യത്തെ കോളത്തിൽ ലുക്കപ്പ് വാല്യൂ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് മുതലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ താഴെ ഇവിടുന്ന് മുതലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതായിരിക്കണം നമ്മുടെ ലുക്കപ്പ് അരേ അല്ലെങ്കിൽ ടേബിൾ അരേ എന്നുള്ളത്. ഇനി മാത്രമല്ല യൂണിറ്റ് പ്രൈസിന്റെ ഇൻഡെക്സ് അപ്പോ കോളം ഇൻഡെക്സ് 1 2 3 ഇതായിട്ട് മാറുകയും ചെയ്യും. ഈ കാര്യം നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന മുതലുള്ള കോളം ഇൻഡെക്സ് ആണ് നോക്കേണ്ടത്. അത് നമ്മൾ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഈസ് ഈക്വൽ ടു VLOOKUP. ഓക്കെ, നമുക്ക് കിട്ടി ലുക്കപ്പ് വാല്യൂ. ലുക്കപ്പ് വാല്യൂ ഇവിടെ നമ്മൾ ലാപ്ടോപ്പ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ഡ്രാഗ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ I എന്നുള്ള ലോക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ശീലിക്കാം. നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താക്കി, കോളം ലോക്ക് ചെയ്ത് കഴിഞ്ഞു. എങ്ങോട്ട് നീക്കിയാലും വലത്തോട്ട് നീക്കുമ്പോൾ കോളം മാറാതിരിക്കാൻ വേണ്ടി ഈ താഴേക്ക് നീക്കുമ്പോൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മൾ റോ നമ്പർ ലോക്ക് ചെയ്യാത്തത്. ഇവിടെ കോമൺ ടു. അപ്പൊ ടേബിൾ അരയാണ്. ടേബിൾ അരേ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു. ടേബിൾ അരേ എന്നുള്ളത് ഈ ലാപ്ടോപ്പും പ്രൊഡക്റ്റും അടങ്ങിയിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഇത്രയും നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടുന്ന് മുതൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂ, ലുക്കപ്പ് വാല്യൂ എപ്പോഴും നമ്മുടെ അരയുടെ ആദ്യത്തെ കോളത്തിൽ ഉണ്ടായിരിക്കണം. അത് VLOOKUPന്റെ പ്രത്യേകമായിട്ടുള്ള നിബന്ധനയാണ്. അവിടുന്ന് വലത്തോട്ട് മാത്രമാണ് ഇത് നോക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്സല്യൂട്ട് റെഫറൻസ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എല്ലാ ഇതിലും $സൈൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ കോമ ഇടുന്നതിന് മുമ്പ് F4 അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാതെ അബ്സല്യൂട്ട് റെഫറൻസ് കിട്ടും. കോമ. ഇനി കോളം ഇൻഡെക്സ് നമ്പറാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കണം. MATCH മാച്ച് ഉപയോഗിക്കുന്നു. മാച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ ലുക്കപ്പ് വാല്യൂ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ യൂണിറ്റ് പ്രൈസ് ആണ്. നമുക്ക് ഇതിലൂടെ യൂണിറ്റ് പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്രൈസ് എന്നുള്ളത് താഴെയുള്ള വാല്യൂ ആയിട്ട് റിലേറ്റീവ് റെഫറൻസ് ആയി മാറും. അപ്പൊ നമുക്ക് ഇവിടെ അതിനെ ലോക്ക് ചെയ്യണം. എന്താണ് ലോക്ക് ചെയ്യേണ്ടത്, റോ മാറാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഫംഗ്ഷൻ F4 നെക്കി നമ്മൾ ഇവിടെ 8 എന്നുള്ള റോ നമ്പറാണ്, അത് ലോക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോമ കൊടുക്കാം. അപ്പൊ ലുക്കപ്പ് അരേ ചോദിക്കും. ലുക്കപ്പ് അരേ എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതാണല്ലോ നമ്മുടെ
മൊത്തത്തിലുള്ള ഭാഗം ഇതിന്റെ 4 നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് മാച്ചിൽ എത്രാമത്തെ കോളം ഇൻഡെക്സ് ആണ് നോക്കേണ്ടത്. കാരണം നമ്മൾ അറേ ആയിട്ട് ഇവിടെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വി ലുക്കപ്പിന്റെ ലുക്കപ്പ് വരെ ഇതായതുകൊണ്ട് ഇവിടെ നിന്നായിരിക്കണം നമ്മൾ മാച്ചിന് സെലക്ട് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് F4 അമർത്തിയിട്ട് ഇതും നമ്മൾ ലോക്ക് ചെയ്യുന്നു, കോമ. ഇനി നമ്മളിവിടെ 0 ആണ്, നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് 0 എന്നുള്ളത്. അവിടെ 0 എന്ന് കൊടുത്തു. നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി മാച്ച് ഫംഗ്ഷൻ കഴിഞ്ഞു. മാച്ച് ഫംഗ്ഷനിൽ നമ്മൾ കോളം ഇൻഡെക്സിന് പകരമാണ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചത്. കോമ ഇട്ട് കഴിഞ്ഞാൽ ഒരു എക്സാക്ട് മാച്ച് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഫോൾസ് ഉപയോഗിക്കുന്നു. 0 കൊടുത്തു, ഓക്കെ, ക്ലോസ് ചെയ്തു. അപ്പൊ നമുക്കിവിടെ 55,000 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്, ഇവിടെ ഒന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഡ്രാഗ് ചെയ്താൽ മതി. ഇവിടെ ഒക്കെ തന്നെയും കീബോർഡിന്റെ യൂണിറ്റ് പ്രൈസ് കിട്ടും. ഞാൻ ഒന്നും കൂടി പറയുന്നു, വി ലുക്കപ്പ് ആദ്യം എൻകൗണ്ടർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിന്റെ നേരെയുള്ള യൂണിറ്റ് പ്രൈസ് ആയിട്ടും കാണിക്കുക. ഈ ഡാറ്റാബേസിൽ മൊത്തം ഒരേ യൂണിറ്റ് പ്രൈസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഈ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള കോളം ഹെഡിങ്സ് അഥവാ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് റിലേറ്റീവ് റെഫറൻസിൽ അങ്ങനെയാണ് മാറുന്നത്. ഇനി മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാം. കോളം ഹെഡിങ് ഒന്നിൽ കൂടുതൽ നമ്മൾ ഒറ്റ സെല്ലിൽ തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതെങ്ങനെ നോക്കാം. നമ്മൾ സീക്വൽ ടു വി ലുക്കപ്പ്, നമ്മുടെ ഇൻവോയ്സ് ഐ ഡി എന്നാണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ. ഇനി നമുക്ക് കോമ കൊടുക്കാം. ടേബിൾ അറേ ചോദിക്കും. ടേബിൾ അറേ നമുക്ക് ഇവിടുന്ന് ഒന്നാമത്തെ മുതൽ സെലക്ട് ചെയ്യണം. കാരണം നമ്മുടെ ലുക്കപ്പ് വാല്യൂ ഒന്നാമത്തെ കോളത്തിലാണ്. ഇവിടെ നമ്മൾ എപ്പോഴും അബ്സല്യൂട്ട് റെഫറൻസ് കൊടുക്കണം. അതിന് F4 പ്രസ് ചെയ്തു. ഇനി കോമ കൊടുത്തു. ഇനിയാണ് നമുക്ക് കോളം ഇൻഡെക്സ് നമ്പർ വേണം. ഡേറ്റ് എന്നുള്ളത് രണ്ടാമത്തെ കോളമാണ്, പ്രോഡക്റ്റ് നാലാമത്തെ കോളമാണ്, ടോട്ടൽ ഏഴാമത്തെ കോളമാണ്. ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മളിവിടെ മാത്രം എൻട്രി ചെയ്യുന്നുള്ളൂ. അത് കൊടുക്കാൻ നമ്മൾ എറേ ആയിട്ട് കൊടുക്കും. അതായത് ബ്രേസിലാണ് നമ്മൾ കൊടുക്കുക. ഒരു ബ്രേസ് ഇടുന്നു. മുമ്പ് സോർട്ടിങ്ങിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ബ്രേസ് ഇട്ടിട്ട് നമുക്ക് ഡേറ്റ് രണ്ടാമത്തെ ആയതുകൊണ്ട് നമ്മൾ 2 എന്ന് കൊടുക്കുന്നു. ഇനി കോമ കൊടുത്ത് ഇനി പ്രോഡക്റ്റ് എന്നുള്ളത് നാലാമത്തേതായതുകൊണ്ട് 4 എന്ന് കൊടുക്കുന്നു. പ്രോഡക്റ്റ് ആണ് നമുക്ക് അടുത്ത കോളത്തിൽ വേണ്ടത്. പിന്നെ ടോട്ടൽ എന്നുള്ളത് ഏഴാമത്തേതായതുകൊണ്ട് 7 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ എക്സാക്ട് മാച്ച് ആയതുകൊണ്ട് 0 കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ മാത്രമാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡേറ്റിൻ്റെത് ഇവിടെ ഫോർമാറ്റിന് പകരം നമ്പർ വന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്ത് അത് ഷോർട്ട് ഡേറ്റ് എന്ന് കൊടുത്താൽ അത് കറക്റ്റ് ഡേറ്റ് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ തന്നെ വരും. നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ എമൗണ്ട് ഇതൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ കാണാം. അലൈൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് അലൈൻ ചെയ്യാമെന്ന് മാത്രം. ഇനി ആ ഡേറ്റ് ഇൻവോയ്സ് അതിന്റെ ഡേറ്റ് വന്നു. ഇവിടെ മാത്രമാണ് നമ്മൾ കൊടുത്ത് ഇവിടെ ഡ്രാഗ് ചെയ്തു. ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഫോർമുല ബാറിൽ പോകുമ്പോൾ നമുക്ക് കാണാം അത് ഡിസേബിൾഡ് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇവിടെ മാത്രമാണ് ഇനേബിൾ ആയിട്ട് കിടക്കുന്നത്. ഒന്നാമത്തെ ഡേറ്റിൻ്റെ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫോർമുല നോക്കി നമുക്ക് ബ്രേസ് കൊടുത്തുകൊണ്ട് ഇതേപോലെ ബ്രേസിന്റെ ഉള്ളിൽ നമ്മൾ കോളം ഇൻഡെക്സ് നമ്പർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലും മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാതെയും കോളം ഇൻഡെക്സ് നമ്പർ എക്സാക്ട് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വി ലുക്കപ്പ് ഉപയോഗിക്കാവുന്നതാണ്. വി ലുക്കപ്പിൽ അപ്രോക്സിമേറ്റ് മാച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കാം. ഇസ് ഈക്വൽ ടു വി ലുക്കപ്പ് കൊടുത്തു. ഇനി ലുക്കപ്പ് വാല്യൂ ടോട്ടൽ സെയിൽസിലാണ്, അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി കോമ കൊടുക്കുമ്പോൾ ടേബിൾ അറേ സെലക്ട് ചെയ്യണം. നമുക്ക് ഇത് അവിടെ നിന്ന് ടേബിൾ അറേ സെലക്ട് ചെയ്യാം. ഇനി അതിനെ നമുക്ക് അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് അത് കൊടുത്തു. ഇനി കോളം ഇൻഡെക്സ് നമ്പർ നമുക്ക് അറിയാം, ആകെ 2 കോളേ ഉള്ളൂ. രണ്ടാമത്തെ കോളത്തിലാണ് കമ്മീഷൻ റേറ്റ് ഉള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ 2 എന്ന് കൊടുത്തു. ഇനി കോമ കൊടുക്കുമ്പോൾ നമുക്കിവിടെ അപ്രോക്സിമേറ്റ് മാച്ച്, എക്സാക്ട് മാച്ച്, ഡീഫോൾട്ട് ആയിട്ട് അപ്രോക്സിമേറ്റ് മാച്ച് ആണുള്ളത്. അപ്പം നമ്മൾ ഒരു വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിലും അത് ട്രൂ എന്നുള്ള നിലക്ക് അപ്രോക്സിമേറ്റ് മാച്ച് എടുക്കും. നമ്മൾ നേരത്തെ എക്സാക്ട് മാച്ചിന് നമ്മൾ 0 എന്ന് പ്രത്യേകം അല്ലെങ്കിൽ ഫോൾസ് എന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കൊടുക്കേണ്ടതില്ല. നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ടുള്ള വാല്യൂ വരും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള 0.04 എന്നാണ്. അതാണ് 4% എന്നുള്ളതിന്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ആ രീതിയിൽ മാറ്റിയെടുക്കണമെങ്കിൽ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു, പെർസെൻറ്റേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഇങ്ങനെ വരിക. ഇതിനെ നമുക്ക് 0 കുറയ്ക്കാൻ ഒക്കെ നമ്പർ ഇതിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല ഒരു ഫോർമാറ്റിൽ ഇത് കിട്ടി. ഇനി ഇവിടെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി ഓരോന്നിൻ്റെയും അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂവിലാണ് ഇതിന്റെ പെർസെൻറ്റേജ് നമുക്ക് തരിക. 2 ലക്ഷത്തിന്റെ താഴെയുള്ള എല്ലാത്തിനും 2% എന്നാണ് കാണിക്കുക. 2 ലക്ഷം ആയത് മുതലേ 4% എന്ന് ഇവിടെ കാണിക്കുകയുള്ളൂ. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കമ്മീഷൻ എമൗണ്ട് കണ്ടെത്താം. അതിന് ജസ്റ്റ് ഒരു ഫോർമുല നമുക്ക് ജസ്റ്റ് എങ്ങനെയാണോ നമ്മൾ മാനുവലായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ എമൗണ്ടിലാണ് നമുക്ക് കമ്മീഷൻ കാണേണ്ടത്. ഇൻഡുവിന് പകരം നമ്മൾ ആസ്റ്ററിക് ഉപയോഗിക്കുന്നു. ഇനി 4% എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി. ഫോർമാറ്റ് അപ്പുറത്ത് അടക്കം കൊണ്ട് വന്നതാണ്. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ കിട്ടി. ഇവിടെ 0% ആയതുകൊണ്ടാണ് കമ്മീഷൻ ഒന്നും കാണിക്കാത്തത്. ഇങ്ങനെ കാണിക്കണമെങ്കിൽ നമ്മൾ ഇഫ് ക്ലോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ മെസ്സേജ് ഇവിടെ വരുത്തിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും നമ്മൾ മാച്ച് ഫംഗ്ഷൻ വലിയ ഒരു ഡാറ്റാബേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഇൻഡെക്സ് നമ്പർ കാണാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാച്ച് ഫംഗ്ഷന്റെ നമ്മൾ പറഞ്ഞു. അതേപോലെ അപ്രോക്സിമേറ്റ് മാച്ചിലും പറഞ്ഞു. ഇങ്ങനെ 2 കോളം മാത്രമാണെങ്കിൽ നമ്മൾ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതില്ല, ഡയറക്റ്റ് ആയിട്ട് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.